മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ രംഗത്ത് നിർണായകമായൊരു വഴിത്തിരിവാണിപ്പോൾ BMC തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ദീർഘകാലം BJPയുടെയും സഖ്യകക്ഷികളുടെയും ശക്തി കേന്ദ്രമായി കണക്കാക്കിയിരുന്ന മേഖലകളിൽ പോലും കോൺഗ്രസ് കാട്ടിയ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വ്യക്തമായ ലീഡ് നേടുന്നത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെട്ടുവെന്നതിൻ്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. നഗരകേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന പിന്തുണ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്ഷയിച്ചുവെന്ന വിലയിരുത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഈയൊരു തെരഞ്ഞെടുപ്പ് ഫലം. ആകെ 2869 സീറ്റുകളിൽ 528 മാത്രം മത്സരിച്ച കോൺഗ്രസിന് 350 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു. മുംബൈ BJP ഭരണം പിടിച്ചെങ്കിലും സീറ്റെണ്ണത്തിൽ 4ാമതാണ് കോൺഗ്രസ്. 1999 ശേഷം ആദ്യമായാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ശിവസേന ഉദ്ധവ് വിഭാഗം, NCP ശരത് പവാർ വിഭാഗം എന്നിവർ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യമായിട്ടല്ല, മറിച്ച് ഒറ്റക്കാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി കൈകോർത്തതും ശരത് പവാർ BJP സഖ്യകക്ഷിയെ അജിത് പവാറിനൊപ്പം ചേർന്നതുമാണ് കോൺഗ്രസിനെ ഒറ്റക്ക് മത്സരിക്കുവാൻ പ്രേരിപ്പിച്ചത്. രാജ് താക്കറയുടെ നവനിർമ്മാൺ സേനയുമായി പ്രത്യയശാസ്ത്ര വിയോജിപ്പ് തുടക്കത്തിൽ തന്നെ കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറയെ ഒപ്പം കൂട്ടുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉദ്ധവ് വിഭാഗം നേതാവായ സഞ്ജയ് റാവട്ട് രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് പോലും ശ്രമിച്ചിരുന്നു. എന്നാൽ രാഹുൽ രാജ് താക്കറെയുമായുള്ള സഖ്യത്തിന് തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെ ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള വഴിയൊരുങ്ങുകയായിരുന്നു. അതുപോലെ BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി BJPക്കെതിരെ മത്സരിച്ച അജിത് പവാറിൻ്റെ തന്ത്രം അത് പൂർണ്ണമായും തിരിച്ചടിയുണ്ടാക്കുകയും ചെയ്തു. ശക്തി കേന്ദ്രമായ പൂനെയിലും പിംപ്രി ചിച്ച്വാഡിലും പവാർ കുടുംബം നിലം തൊട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വിലക്കയറ്റം, തൊഴിൽ അഭാവം, നഗര സേവനങ്ങളുടെ ഗുണനിലവാരക്കുറവ് തുടങ്ങിയ വിഷയങ്ങൾ കോൺഗ്രസ് ശക്തമായി പ്രചരണത്തിൽ ഉയർത്തിയതിൻ്റെ പ്രതിഫലനമാണ് ഈ ഒരു മുന്നേറ്റം. ഭരണപക്ഷത്തിനെതിരെ ഉയർന്ന അസംതൃപ്തിയും കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുമുണ്ട്. നഗരവികസന പദ്ധതികളിലെ അഴിമതി ആരോപണങ്ങൾ, അതുപോലെ പൊതുസേവനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം പുലർത്തുന്നതിൽ ഭരണകക്ഷികൾ പരാജയപ്പെട്ടുവെന്ന വിമർശനം എന്നിവ വോട്ടർമാരുടെ തീരുമാനത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. സംസ്ഥാന തലത്തിൽ BJP നേരിടുവാൻ കോൺഗ്രസ് ഇപ്പോഴും ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയാണെന്ന സന്ദേശമാണ് കഴിഞ്ഞ BMC തെരഞ്ഞെടുപ്പ് നൽകുന്നത്. വരാനിരിക്കുന്ന നിയമസഭ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുന്നോടിയായി ഈ ഒരു വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു, അതിനവർ നൽകിയ മറുപടിയാണ് ഈ ഒരു ഫലം എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഈ ഒരു മുന്നേറ്റത്തിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിച്ചെങ്കിലും BJP ക്യാമ്പിൽ ആശങ്കയും അതുപോലെ തന്നെ ആത്മപരിശോധനയും ഇപ്പോൾ ശക്തമായി മാറുകയാണ്. നഗരങ്ങളിൽ പാർട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അജയ്യതയുടെ പ്രതീതി തകർന്നുവെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BMC തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ ദിശ മാറ്റുന്ന ഒരു സൂചനയായാണ് പലരും കാണുന്നത്. കോൺഗ്രസിന് ഇത് നിലനിർത്താൻ സാധിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് സാധ്യമാകുമെന്നതാണ് കണക്കുകൂട്ടപ്പെടുന്നത്. BMC തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് വിജയമെന്നതിലുപരി ജനങ്ങളുടെ മനോഭാവത്തിലുണ്ടായ ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനമായി തന്നെ കാണേണ്ടതാണ്. ഭരണകക്ഷികൾക്ക് ശക്തമായ മുന്നറിയിപ്പും പ്രതിപക്ഷത്തിന് പുതുജീവനും നൽകുന്ന ഈ ഒരു ഫലം വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മുൻകൂർ സൂചനയായി മാറുകയാണ്.